ക്രിസ്തുവിൽ പ്രിയരെ, ദക്ഷിണ കേരള മഹായിടവകയിൽ അനേകം സഭകളിൽ പ്രസിദ്ധീകരിച്ച വോട്ടേഴ്സ് ലിസ്റ്റിലെ അപാകതകൾ നീക്കാൻ സിനഡ് നിയമിച്ച ഒരു എൻക്വയറി കമ്മീഷൻ. ആ എൻക്വയറി കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ VK സാമുവൽ എന്ന് പറയുന്ന അച്ഛൻ കോടതിയെ സമീപിച്ച് ആ എൻക്വയറി കമ്മീഷനെതിരെ ഒരു സ്റ്റേ വാങ്ങിയ വിവരം നാം ഏവരും അറിഞ്ഞിരിക്കുമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിശ്വാസ സമൂഹത്തെ അറിയിക്കാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപായി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ദക്ഷിണ കേരള മഹായിടവകയിൽ കടന്നു വന്നിട്ട് നാളിതുവരെ അവരുടെ പ്രവർത്തനത്തെ വളരെ വേഗത്തിൽ ഒന്ന് വിലയിരുത്താം എന്ന് ആഗ്രഹിക്കുകയാണ്. 2020 ഡിസംബർ മാസത്താണ് തിരുനെൽവേലി ഡയോസിസിൽ നിന്ന് ഒരു ഡയോസിസിന്റെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായി ഇരിക്കാൻ ഒരു കാരണവശാലും യോഗ്യനല്ല എന്ന് പുറത്താക്കപ്പെട്ട പോൾ വസന്തകുമാറിനെ പോലെ റിട്ടയർഡ് ചെന്നൈ ജഡ്ജിമാർ എഴുതിയ റിപ്പോർട്ടിന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയെ ദക്ഷിണ കേരള മഹായിടവകയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായി ചുമതല കൊടുത്തുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണം ആരംഭിക്കുന്നത്. മുൻ ബിഷപ്പായിരുന്ന ധർമ്മരാജ റസാലവും ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും ചേർന്ന് ദക്ഷിണ കേരള മഹായിടവകയെ കൊള്ളയടിക്കാനായി ആരംഭിച്ച കാലം. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതല എടുത്തപ്പോൾ തന്നെ ആദ്യം ചെയ്തത് 600ഓളം സഭകളിലെ ഇലക്റ്റഡ് കമ്മിറ്റി ഒരു ഇലക്ഷൻ ഇല്ലെങ്കിൽ കാവൽ കമ്മിറ്റി അല്ലെങ്കിൽ കെയർടേക്കർ കമ്മിറ്റിയായിട്ട് തുടരണം എന്ന നിയമം നിലനിൽക്കെ ഈ എല്ലാ സഭകളിലെയും കമ്മിറ്റികളെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയായിട്ട് മാറ്റി. തുടർന്ന് വിശ്വാസ സമൂഹത്തിന് കളങ്കം വരുത്തുന്ന രീതിയിൽ ദൈവവചന ചിന്തയില്ലാതെ ദൈവ ഭയമില്ലാതെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ദക്ഷിണ കേരള മഹായിടവകയിൽ നടത്തിയ കൊള്ളകളും അക്രമ സംഭവങ്ങളും അനേകമാണ്. LMS കോമ്പൗണ്ടിനകത്ത് 11 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ആലയം ഒരു രാത്രി കൊണ്ട് തകർക്കുകയും MM ചർച്ചിന്റെ വിശ്വാസ സമൂഹത്തെ പുറത്താക്കിക്കൊണ്ട് അതിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ബുൾഡോസർ ഉപയോഗിച്ച് ഫോഴ്സ്ഫുൾ ആയിട്ട് കത്തീഡ്രലായിട്ട് മാറ്റുകയും ചെയ്തത് പോരാഞ്ഞിട്ട് ചെങ്കൽ സഭയിൽ ചെയ്തത് നമുക്കറിയാം. ഉറിയാക്കോട് ചെയ്തത് എന്താണെന്നറിയാം. മഞ്ചങ്കോട് സഭാവിശ്വാസികളെ കയറി തല്ലിച്ചതച്ചത് നാം കണ്ടതാണ്. പളികൾ സഭയിൽ സംഭവിച്ചത് നാം മനസ്സിലാക്കിയതാണ്. പേരയമ്പള്ളിയിൽ സംഭവിച്ചത് നാം മനസ്സിലാക്കിയതാണ്. വെള്ളംനാട് ഡിസ്ട്രിക്റ്റിലെ അനേകം സഭകളിൽ, പാറശാല ഡിസ്ട്രിക്റ്റിലെ സഭകളിൽ, ഇങ്ങനെ സഭകളായ സഭകളിലെല്ലാം തന്നെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. മുൻ ബിഷപ്പായിരുന്ന ധർമ്മരാജ റസാലും ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു കണക്കുകളും പുറം ലോകം കണ്ടില്ല. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഒരു മിനിറ്റ്സും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നപ്പോൾ ഈ കൊള്ള വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പെൻഷനാകുന്ന പ്രായപരിധി വർദ്ധിപ്പിക്കണം എന്നുള്ള ചിന്ത എന്നൊരു ആശയം അവരുടെ ഉള്ളിലേക്ക് വരികയാണ്. അതിനുവേണ്ടി അവർ അഹോരാത്രം പ്രയത്നിച്ചു. എല്ലാ മാനുഷിക ബുദ്ധിയും ഉപയോഗിച്ചു, എല്ലാ സ്വാധീനവും ഉപയോഗിച്ചു, സമ്പത്ത് ആവോളം അതിനുവേണ്ടി ചെലവാക്കി. ഒരു വ്യക്തിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, ഒരു വ്യക്തിക്ക് 67 വയസ്സിൽ നിന്ന് 70 വയസ്സാകാനായിട്ട് സഭയുടെ പാവപ്പെട്ടവരുടെ കാണിക്ക പൈസയിൽ നിന്ന് ചെലവാക്കിയ കോടികൾക്ക് കണക്കില്ല. എങ്കിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. സെപ്റ്റംബർ മാസം 5-ാം തീയതി 2023 ചെന്നൈ കോടതിയുടെ വിധി പ്രകാരം 67 വയസ്സ് നിലവിൽ വന്നു. 70 വയസ്സ് എന്ന സ്വപ്നം അതോടുകൂടി നിലച്ചു. ഈ അവസ്ഥയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കും അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിക്കും വെപ്രാളം തുടങ്ങിയത്. തങ്ങളെ ഇതുവരെ സംരക്ഷിച്ചിരുന്ന വ്യക്തി ഇനി എന്തില്ല, അധികാരത്തിലില്ല. അങ്ങനെ വന്നപ്പോൾ എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് കാണിക്കണം. അങ്ങനെ പെട്ടെന്നടുത്തൊരു ഇലക്ഷൻ നടപടിയിലോട്ട് കടന്നേ പറ്റൂ എന്നുള്ള അവസ്ഥ അവർക്ക് മനസ്സിലായത്. കാരണം ദക്ഷിണ കേരള മഹായിടവകയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബിഷപ്പ് ഇല്ലാതെയായി, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സെക്രട്ടറി ഇല്ലാതെയായി, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മഹായിടവക കൗൺസിൽ ഇല്ലാതെയായി. ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോവുക അസാധ്യമാണ്. അങ്ങനെ വന്നപ്പോൾ അവർ ഒരു ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ, ഒരു സർക്കുലർ അവർ പുറപ്പെടുവിച്ചു. ഇങ്ങനെ ഇരിക്കെ സിനഡിൽ നിന്ന് ഫ്രാൻസിസ് ബിഷപ്പിനെ, ഈസ്റ്റ് കേരളയുടെ ബിഷപ്പായിരിക്കുന്ന ഫ്രാൻസിസ് ബിഷപ്പിനെ സൗത്ത് കേരളയുടെ ചാർജ് നൽകി. വളരെ ഭംഗിയായി സൗത്ത് കേരളയുടെ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ബിഷപ്പ് ശ്രമിച്ചു. പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കടുംപിടുത്തം കാരണവും കൊള്ള കാരണവും അവരുടെ സത്യസന്ധത ഇല്ലായ്മ കാരണവും പല സ്ഥലങ്ങളിലും ബിഷപ്പിന് നിസ്സഹായനായിട്ട് നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സഭകളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാണിക്കാനായിട്ട് തുടങ്ങി.
ഒരു കാരണവശാലും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയില്ലാത്ത വ്യക്തികളെ ഇതിനകത്ത് തിരുക്കി കയറ്റിയും ഓരോ സഭകളിലും നേതൃത്വത്തിൽ വരാൻ സാധ്യതയുള്ളവരെ അകാരണമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയും കൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള കംപ്ലൈന്റുകൾ കൊടുക്കുന്നത് എവിടെയാണ്? ഡിസ്ട്രിക്ട് ചെയർമാന്റെ അടുക്കലും മഹായിടവക ഓഫീസിലുമാണ് കംപ്ലൈന്റ്സ് കൊടുക്കുന്നത്. ആരാണോ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്യാനായിട്ട് കൽപ്പിച്ചുവോ അവരുടെ മുൻപിൽ തന്നെ പരാതികൾ വന്നു. ആ പരാതികൾക്ക് നീതി ലഭിച്ചില്ല. അങ്ങനെ വന്ന് ഈ പരാതികൾ സിനഡ് നേതൃത്വത്തിൽ അറിയിക്കപ്പെട്ടു. ഞങ്ങൾ തന്നെ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയിലൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറഞ്ഞു, നിങ്ങളുടെ കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ്സ് എല്ലാം രജിസ്റ്റേർഡ് ആയിട്ട് സിനഡ് ഭാരവാഹികൾ അറിയിക്കുക. ഒരു കംപ്ലൈന്റിന് ചിലപ്പോൾ മറുപടി ലഭിച്ചു എന്ന് വരില്ല. അത് 10 ആകുമ്പോൾ അവർ ശ്രദ്ധിക്കപ്പെടും, 100 ആകുമ്പോൾ തീർച്ചയായിട്ടും അവർ ഉണരും. അങ്ങനെ സിനഡ് നേതൃത്വം ഉണർന്നു. ആ സിനഡ് നേതൃത്വം ഉണർന്നപ്പോൾ അവർക്ക് മനസ്സിലായി ദക്ഷിണ കേരള മഹായിടവകയില് വലിയ രീതിയിലുള്ള അട്ടിമറി നടക്കുന്നു എന്ന്. 10/2/2024 സിനഡ് ഇഷ്യൂ ചെയ്ത സർക്കുലറാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നത്. അതിൽ ആദ്യത്തെ പാരഗ്രാഫിന്റെ പകുതി തൊട്ടുള്ള ഭാഗം അത് ഞാൻ വായിക്കാം. അതിങ്ങനെ പറയുന്നു: However, various complaints were received by the officers of the synod in respect of the administration of the diocese. ഡയോസിന്റെ ഭരണ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഒത്തിരി പരാതികൾ സിനഡിന് ലഭിക്കുന്നു. എസ്പെഷ്യലി അബൌട്ട് ദ ഡിനയൽ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ടു വോട്ട്. വോട്ടിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു അംഗങ്ങൾക്ക്. കണ്ടസ്റ്റ് ഇൻ ദ എലക്ഷൻസ്. ഇലക്ഷനിൽ നിൽക്കേണ്ട വ്യക്തികളുടെ വോട്ടവകാശങ്ങൾ അകാരണമായി, അവിടെ എഴുതിയിരിക്കുന്നു ഇൽ കൺസീവ്ഡ് ഗ്രൗണ്ട്സ്, അകാരണമായി നിഷേധിക്കപ്പെടുക. ഇത് ഈ ഫൈറ്റിംഗ്സ് എടുത്തിരിക്കുന്നത് സിനഡാണ്. അവിടെ തീരുന്നില്ല. തുടർന്നുള്ള സെന്റൻസ് ഇങ്ങനെ പറയുന്നു: ദ മോഡറേറ്റേഴ്സ് കമ്മീസറി ഫോർ ദ ഡയോസിസ് was also concerned with the same and contemplated an inquiry in the said connection. മോഡറേറ്റർ കമ്മീസറിയായി ഇവിടെ ചുമതല ഏറ്റെടുത്ത ബിഷപ്പ് ഫ്രാൻസിസ് അവർകളും ഇത് ശരിവെച്ചുകൊണ്ട് ഇതിന് ഒരു എൻക്വയറി വേണം എന്ന് പറയുകയുണ്ടായി. ഈ തീരുമാനം വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. കന്യാകുമാരി ഡയസിസ് ബിഷപ്പായിരിക്കുന്ന ചെല്ലയ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഒരു 10 അംഗ എൻക്വയറി കമ്മീഷനാണ് സൗത്ത് കേരള ഡയസിസിന് വേണ്ടി നിയോഗിക്കപ്പെട്ടത്. അതിൽ മലബാർ ഡയസിസിലുള്ള വ്യക്തികളുണ്ട്, ഈസ്റ്റ് കേരള ഡയസിസിലുള്ള അംഗങ്ങളുണ്ട്, മധ്യ കേരളയിലുള്ള വ്യക്തികളുണ്ട്, കന്യാകുമാരി ഡയസിസിലുള്ള അച്ഛന്മാരും അയ്മേനികളും എല്ലാം ഉണ്ട്. വളരെ സന്തോഷത്തോടെ ഒരു കാര്യം പറയട്ടെ, ഓരോ ഡയോസിസിലെയും ഏറ്റവും സത്യസന്ധമായ, ഏറ്റവും നിലപാടുള്ള, ദൈവ ഭയമുള്ള വ്യക്തികളെ തിരഞ്ഞെടുത്ത് നിയമിക്കപ്പെട്ട ഒരു എൻക്വയറി കമ്മീഷനായിരുന്നു സൗത്ത് കേരള ഡയോസിസിന്റെ വോട്ടവകാശങ്ങളെ കുറിച്ച് അന്വേഷണം നടത്താനായി നിയോഗിക്കപ്പെട്ട എൻക്വയറി കമ്മീഷൻ. ആ എൻക്വയറി കമ്മീഷൻ ചുമതല ഏറ്റെടുത്തു. അവരുടെ ആദ്യത്തെ എൻക്വയറി ദിവസത്തിന്റെ അന്ന് LMS കോമ്പൗണ്ടിനകത്ത് അവർ കടന്നു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ക്യാമ്പസിനകത്ത് വിശ്വാസികൾക്ക് കടന്നു വരാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യമല്ല ഉള്ളത് എന്ന്. അവർ തുടർന്നുള്ള എൻക്വയറി കണ്ണമൂലയിലുള്ള സെമിനാരിയുടെ ക്യാമ്പസിലേക്ക് അവർ മാറ്റി. ആദ്യത്തെ ദിവസം അവർ കടന്നു വന്നപ്പോൾ അവർക്ക് ലഭിച്ചത് ഡയോസിസിൽ നിന്ന് വെറും 20 താഴെ പരാതികളാണ് അവർക്ക് ലഭിച്ചത്. അവരോട് പറഞ്ഞു, ഇത്രയും പരാതികളെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ, വേറെ പരാതികൾ ഇല്ല എന്ന്. എന്നാൽ അത് സത്യമല്ല എന്ന് മനസ്സിലാക്കിയ എൻക്വയറി കമ്മീഷൻ പുതിയ കംപ്ലൈൻസിന് വേണ്ടിയിട്ട് അവര് സർക്കുലർ ഇഷ്യൂ ചെയ്തു. അങ്ങനെ കംപ്ലൈൻസ് വരാനായിട്ട് തുടങ്ങി. അവർക്ക് ലഭിച്ചതിന്റെ 10 ഇരട്ടിയിൽ ഏറെ കംപ്ലൈൻസ് അവർക്ക് ലഭിച്ചു. 100-ലധികം പരാതികൾ അവരുടെ അടുക്കിലേക്ക് എത്തി. എന്നാൽ വളരെ സമയബന്ധിതമായി ഇത് തീർക്കേണ്ടി ഉള്ളതിനാൽ അവർ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റിംഗ് കണ്ണമൂലയിൽ വെച്ചു. 10ഓളം ദിവസം രാവിലെ 9 മണി മുതൽ രാത്രി 9:30-10 മണി വരെ എൻക്വയറി കമ്മീഷൻ തന്നെ സിറ്റിംഗ് നടത്തി. ചെല്ലായ ബിഷപ്പിന്റെ സാന്നിധ്യത്തിൽ 2-3 ടീമായിട്ടിരുന്ന് ഇവർ ഈ പരാതികളെല്ലാം പരിഹരിക്കാനായിട്ട് ഒരുങ്ങി. എല്ലാ പരാതികളും കേൾക്കപ്പെട്ടു. ആ പരാതിയിൽ 2 കൂട്ടർക്കും പറയാനുള്ളതും കേൾക്കപ്പെട്ടു. എല്ലാത്തിന്റെ റിപ്പോർട്ടും റെഡിയായി. ഈ ഒരു സാഹചര്യത്തില് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. കാരണം ദക്ഷിണ കേരള മഹായിടവകയിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്ത് കരുതി എന്നറിയാമോ? അവര് കരുതി വരുന്ന കമ്മിറ്റി ഇത്രയും പരാതികൾ കാണുമ്പോൾ അവര് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മടങ്ങുമെന്ന്. അവര് കരുതി സമയബന്ധിതമായിട്ട് അവർക്ക് തീർക്കാൻ സാധിക്കില്ല എന്ന്. ദക്ഷിണ കേരള മഹായിടവകയിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കരുതി കൂടുതൽ പരാതികൾ ലഭിക്കില്ല എന്ന്.
എന്നാൽ പരാതികൾ കൂമ്പാരമാകുകയും ആ പരാതികൾ എല്ലാം തന്നെ ദൈവഹിതപ്രകാരം പ്രാർത്ഥനയോടുകൂടെ ഈ 10 അംഗ ടീം ഇരുന്ന് അവർ കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് വേവലാതിയായി. എൻക്വയറി കമ്മീഷൻ പ്രാർത്ഥനയോടുകൂടെ ദൈവഭയത്തോടുകൂടെ ദൈവാശ്രയത്തിൽ നിന്നുകൊണ്ട് ഓരോ പ്രശ്നങ്ങളും ഓരോ പരാതികളും പരിഹരിക്കാൻ തുടങ്ങിയപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് മനസ്സിലായി ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എല്ലാം യഥാസ്ഥാനപ്പെടാനായിട്ട് പോവുകയാണ്. നാം വെട്ടിക്കളഞ്ഞ എല്ലാ അംഗങ്ങളും തിരിച്ച് വോട്ടവകാശത്തോടുകൂടെ മടങ്ങി വരും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല, ഞങ്ങൾ തോറ്റുപോകും, എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തിയേ പറ്റൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി VK സാമുവൽ എന്നൊരു അച്ഛനെ കൊണ്ട് കഴിഞ്ഞ 6 വർഷമായി അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിക്ക് വേണ്ടി കേസുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന അതേ അഭിഭാഷകനെ കൊണ്ട് ഫ്രാൻസിസ് ബിഷപ്പിനെയും ചെല്ലയ ബിഷപ്പിനെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയും സിനഡിനെയും എല്ലാം എതിർകക്ഷികളാക്കിക്കൊണ്ട് സ്റ്റേ വാങ്ങാനായി കോടതിയെ സമീപിച്ച് അങ്ങനെ ഒരു സ്റ്റേ ലഭിച്ചിരിക്കുക. എന്തിനാണ് ഈ സ്റ്റേ? എനിക്ക് മനസ്സിലാകാത്ത ചോദ്യമാണ്. ഒരു വലിയ വിശ്വാസ സമൂഹത്തിന് നീതി ലഭിക്കാൻ, അവരുടെ വോട്ടവകാശങ്ങൾ തിരിച്ചു ലഭിക്കാൻ, ഇവിടെ നടന്ന അനീതി ബോധ്യപ്പെട്ടുകൊണ്ട് ഫ്രാൻസിസ് ബിഷപ്പും സിനഡും ഉൾക്കൊണ്ടുകൊണ്ട് അവര് വെച്ച ഒരു 10 അംഗ സംഘം, അതും നയിക്കുന്നത് മറ്റൊരു ഡയോസിസിലെ ബിഷപ്പ്, അവര് വന്ന് നടത്തിയ എൻക്വയറി കമ്മിറ്റി, അതിന്റെ റിപ്പോർട്ട് പോലും പുറത്തു വരുന്നതിന് മുമ്പ് ഈ ഭയക്കുന്നത് എന്തിനെയാണ്? ഒരു അച്ഛനാണ് ഈ സ്റ്റേക്ക് വേണ്ടി പോയിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ മഹായിടവകയിലെ ജീവനക്കാരൻ മഹായിടവക്കെതിരായി കേസിന് പോവുകയാണെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ അയാളുടെ ജോലി നഷ്ടപ്പെടും. VK സാമുവൽ എന്ന് പറയുന്ന ഈ അച്ഛൻ കേസിന് പോയിരിക്കുന്നത് ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പിനെതിരെയും ദക്ഷിണ കേരള മഹായിടവകയുടെ കമ്മിറ്റിക്കെതിരെയും സിനഡിനെതിരെയും അതുപോലെ കന്യാകുമാരി ഡയസിലെ ബിഷപ്പിനെതിരെയുമാണ്. അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടോ? ചിന്തിച്ചു നോക്കുക. എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു പ്രഹസനം എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. VK സാമുവൽ എന്ന് പറയുന്ന വ്യക്തി ഒരു ഡമ്മി മാത്രമാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണം നിലനിർത്താൻ വേണ്ടി ഒത്തിരി ആൾക്കാരുടെ വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടാൽ മാത്രമേ അവരുടെ ഭരണം അവർക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റൂ എന്ന വ്യാമോഹത്തില് ചെയ്യുന്ന ഒരു വലിയ ഗിമ്മിക്കാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ മറക്കുന്ന ഒരു കാര്യമാണ്, ഈ യുദ്ധം ചെയ്യുന്നത് സഭയ്ക്കെതിരായിട്ടാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. എന്തെല്ലാം സ്വാധീനം ഉണ്ടായിരുന്നിട്ടും, എന്തെല്ലാം സമ്പത്തുണ്ടായിരുന്നിട്ടും, എന്തെല്ലാം ചെയ്യാമെന്ന് അവർ കരുതിയെങ്കിലും മുൻ ബിഷപ്പും മോഡറേറ്ററുമായിരിക്കുന്ന ധർമ്മരാജ് റസാലം എന്ന് പറയുന്ന വ്യക്തി ഒരു ഒഫീഷ്യൽ സെൻഡ് ഓഫ് പോലും ലഭിക്കാതെ കഴിഞ്ഞ 7 മാസമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ സാധിക്കാതെ, ഒരു പ്രാർത്ഥനയ്ക്ക് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ, ഒരു പ്രോഗ്രാമിന് പോലും പങ്കെടുക്കാൻ സാധിക്കാതെ, ആ തിരുവസ്ത്രം ഒന്ന് അണിയാൻ പറ്റാതെ ആയിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിളാണ്. യുദ്ധം ചെയ്യുന്നത് ദൈവമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന എക്സാമ്പിൾ. അനീതി അധിക നാള് വാഴില്ല എന്നുള്ള ഒരു എക്സാമ്പിൾ. ഇന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങളാണെങ്കിലും വിശ്വാസ സമൂഹമാണെങ്കിലും എന്റെ ചോദ്യങ്ങൾ ഞാനിവിടെ അവശേഷിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് കഴിഞ്ഞ 3.5 വർഷക്കാലത്തിനിടയിൽ കൂടിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ മിനിറ്റ്സും പുറം ലോകം കണ്ടില്ല? എന്തുകൊണ്ട് കഴിഞ്ഞ 3.5 വർഷക്കാലത്തെ കണക്കുകൾ പുറം ലോകം അറിഞ്ഞില്ല? 101 സാധുവിവാഹം നടത്തുമെന്ന് പറഞ്ഞ് 24 ഡയോസിസുകളിലും നടന്ന് പിരിച്ച ഫണ്ട് 7 വിവാഹമോ 8 വിവാഹം നടന്നപ്പോൾ തീർന്നുപോയത് എന്തുകൊണ്ട്? അതിന്റെ കണക്കുകൾ എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നില്ല? കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് മാത്രമാണ് ഭവനം വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 6 or 7 ഭവനം വെച്ചു കൊടുത്തു. ഈ 600 പള്ളികളിലെയും ലെവി മുഖാന്തരം കളക്ട് ചെയ്യപ്പെടുന്ന തുക എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കപ്പെടുന്നത്? ഭവനം വെച്ചു കൊടുക്കുന്നത് മിഖായൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ, ഇവിടെ സാധുക്കൾക്ക് അരിയും പലവ്യഞ്ജനവും കൊടുക്കുന്നത് മിഖായൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ, ഇവിടെ ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നത് മിഖായൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ, ഇവിടെ മറ്റ് സാധുക്ഷേമ പരിപാടികൾ നടത്തുന്നതെല്ലാം മിഖായൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ 600 പള്ളികളിൽ നിന്നും പിരിഞ്ഞു വരുന്ന ലവി തുക എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് കാണിക്കേണ്ടുന്ന ഈ സാധു ജനങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള മനസ്സുണ്ടാകണം. 70 പേരിൽ നിന്ന് 30 ലക്ഷം രൂപ മുതൽ 80 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ട് അവര് ജോലി ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആ പണത്തിന് ആര് കണക്ക് പറയേണ്ടി വരും? ഈ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനമെല്ലാം തകർന്നു വീണ് കഴിയുമ്പോഴും സാക്ഷ്യമില്ലാതെ
നിൽക്കുന്ന ഒരു സഭയെ മാത്രമേ അവരുടെ മുമ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഉണ്ടാകത്തുള്ളൂ. ഒന്ന് മാത്രം വിശ്വാസ സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര സ്വാധീനമുണ്ടെങ്കിലും, ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അല്ല, വിശ്വാസ സമൂഹത്തെയും സഭയെയും തകർക്കാനായിട്ട് ഇറങ്ങി നിൽക്കുന്നവർ എന്ത് ഉന്നതരാണെന്നുണ്ടെങ്കിലും നമ്മോട് കൂടെ നിൽക്കുന്നവൻ യഹൂദഗോത്രത്തിലെ സിംഹമാണ്. നമ്മുടെ കയ്യിലുള്ള 5 കല്ലായിരിക്കും. അവന് എത്ര കവചമണിഞ്ഞു വന്നാലും, എത്ര ശിരസ്ത്രം വെച്ച് വന്നാലും, എത്ര വാളുമായി വന്നാലും, എത്ര വലിയ സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവന്നാലും, ദൈവഹിതപ്രകാരം പ്രാർത്ഥനയോടുകൂടെ നാം ഒരുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സഭയെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.